മറ്റു വാർത്തയിലേക്ക് ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തെ തുടർന്ന് കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിഞ്ഞ വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ പുതിയ ഓഫീസ് തുറന്നു. തിരുവനന്തപുരം മരുതൻകുഴിയിൽ വൈറ്റ് സൊസൈറ്റി കെട്ടിടത്തിലാണ് ഓഫീസ്. വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നു. അത് വിവാദമാവുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ കോലീബി സഖ്യം ശക്തിപ്പെട്ടതായി CPM ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ MLA. പല പഞ്ചായത്തുകളിലും LDF അധികാരത്തിലെത്താതിരിക്കാൻ കോലീബി സഖ്യം രൂപപ്പെട്ടു. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച മറുപടി പറയണമെന്നും എം രാജഗോപാലൻ പറഞ്ഞു. ലക്ഷ്യ ക്യാമ്പിലെ ഉദുമ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തൽ മുഖവിലക്കെടുക്കുന്നില്ലെന്നും എം രാജഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് ചെറുതല്ലാത്ത ഊർജ്ജമാണ്. കാസർകോട്ട് ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനായി 3 നഗരസഭകളിൽ 2 നഗരസഭകൾ നിലനിർത്താനായി, അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലും നിലവിലെ നില തന്നെ തുടരാനായി. പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കുകളില്ലാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു പോകാൻ സാധിച്ചു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള മണ്ഡലങ്ങൾക്ക് പുറമെ കാസർഗോഡും മഞ്ചേശ്വരവും അത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം വലിയ വിവാദം ഉയർന്നിട്ടുള്ളത് BJPക്ക് UDF പിന്തുണ നൽകുന്ന സാഹചര്യം കൂടി കാസർഗോഡ് ജില്ലയിൽ ഉരുത്തിരിച്ചു വന്നിട്ടുണ്ട്. അതും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാണ്. ഏതായാലും നമ്മോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ MLA തന്നെ ചേരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് BJPക്ക് പിന്തുണയുമായി UDF വരുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. 2 പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലുള്ളത്. എങ്ങനെയാണ് ഇടതുപക്ഷം CPM ഇതിനെ പ്രധാനമായും കാണുന്നത്? രാഷ്ട്രീയ നാണക്കേടാണത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയ നാണക്കേടിൻ്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും. കാരണം വളരെ പ്രകടമായ ബാന്ധവമാണ്. മുമ്പ് ബേപ്പൂർ വടകര മോഡലാണ് നമ്മൾ കേരളീയ സമൂഹത്തിന് അത് പരിചിതമായിട്ടുള്ളത്, ഈ കോലീബി സഖ്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പ്രസംഗത്തിൽ വളരെ ശക്തമായ രീതിയിൽ മതേതരത്വത്തെക്കുറിച്ച് പറയുകയും ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ 4 സീറ്റിനും 10 വോട്ടിനും വേണ്ടി തീർത്തും ഈ രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ഈ കോലീബി സഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ നമ്മുടെ ജില്ലയിൽ ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തായിരുന്നു അതിൻ്റെ ആദ്യ റിഹേഴ്സൽ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ആദ്യ ദിവസം തെരഞ്ഞെടുപ്പ് നടത്താനേ കൂട്ടാക്കിയില്ല. കാരണം കോറം തികയാണ്ടാക്കി അന്നത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഒരുക്കുകയത്. അപ്പോൾ BJP കോൺഗ്രസും തമ്മിലൊരു അന്തർധാരയായിരുന്നു. അത് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ശ്രീ ഉണ്ണിത്താൻ തന്നെ വളരെ പരസ്യമായി തന്നെ കോൺഗ്രസിനകത്തുള്ള ഈ വിഷയത്തെക്കുറിച്ചും BJPക്കെതിരായിട്ടും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ കൂടി അദ്ദേഹം പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. അപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. പിന്നീട് നമ്മൾ കണ്ടത് കൃത്യമായി BJP പിന്നെ UDFന് വോട്ട് ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ സംവരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃത്യമായി BJPൻ്റെ ജനപ്രതിനിധി UDFന് വോട്ട് ചെയ്തു. അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള രീതിയിലാണ് തിരിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള സന്തോഷിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് UDF ആണ്. വളരെ പ്രകടമായിട്ടുള്ള രീതിയാണ്. അതിനേക്കാളേറെ അപകടകരമായിട്ടുള്ള നാണക്കേട് വിതക്കുന്ന ഒരു സംഗതിയാണ് പൈവളിയിൽ നടന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞതോടുകൂടി UDFൻ്റെ ഒരു അവകാശവാദം ഉദുമ കൂടി ഇത്തവണ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അതായത് ജില്ലയിൽ 3 മണ്ഡലം ഉറപ്പ് എന്നാണ്. നമുക്കറിയാം, ഉദുമ കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFൻ്റെ ശക്തി കേന്ദ്രമാണ്. LDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ കാണുന്നത്? ആ പ്രസ്താവനയെ മുഖവിലക്കെടുക്കുന്നേ ഇല്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിപ്പോൾ ആകെ LDFയുടെ നാട്ടിൽ നിന്ന് ഒലിച്ചുപോയി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാധാരണ വോട്ടർമാരെ ഈ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനത്തിന് രൂപം നൽകും. ആ രീതിയിലേക്ക് അല്ലേ പോകുന്നത്. കാരണം കോലീബി സഖ്യം വരുന്നതിൻ്റെ ആപത്ത് നന്നായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ മഞ്ചേശ്വരത്ത് എങ്ങനെയായിരിക്കും ഇത്തവണ? കാരണം ഏറ്റവും കൂടുതൽ BJP വിജയിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിന്? ഇല്ല, BJPയുടെ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ UDFന് തന്നെയാണ് കനത്ത ഭൂരിപക്ഷം. അല്ലെങ്കിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFനാണ് കഴിഞ്ഞത്. BJP ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ ദുർബലമാവുകയായത്. അതുകൊണ്ട് മാസ് ബേസിന് വലിയ കോട്ടം തട്ടിയെന്ന അഭിപ്രായമൊന്നുമില്ല. മറിച്ച് കുറേയധികം വോട്ടുകൾ പിന്നെ UDFന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗം വോട്ട് ചിലപ്പോൾ നിഷ്ക്രിയമായിട്ടുണ്ട്. എന്തായാലും BJPക്ക് സ്വാധീനം കുറഞ്ഞു. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൽ BJPക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ 2 സീറ്റ് ഒന്നായി ചുരുങ്ങി. ഈ മഞ്ചേശ്വരത്ത് UDFും LDFും അങ്ങനെ ഒരു മത്സരം, അതാണോ നേരത്തെ പറഞ്ഞത് ഉദ്ദേശിച്ചത്?
അതെ, UDF LDF മത്സരത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിന പ്രയത്നം വേണ്ടി വരും. കാരണം അവിടുത്തെ സാഹചര്യങ്ങളുണ്ട്, സംഘടനാപരമായിട്ടുള്ള മുന്നേറ്റം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. എന്നാൽ അവിടെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ശക്തമായി ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമെല്ലാം കുടികൊള്ളുന്ന ഒരു മണ്ഡല പരിധിയാണ്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. ഒട്ടേറെ ഒരു സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷമുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 3 മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം മഞ്ചേശ്വരത്തും ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ശബരിമലയിൽ ഇന്നലെ എത്തിയത് 95,690 തീർത്ഥാടകർ. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ വരി ശബരിപീഠം വരെ നീണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 2000-നും 3000-നും ഇടയിൽ തീർത്ഥാടകർ പമ്പയിൽ നിന്നും കയറുന്നു. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 95,690 പേരാണ് സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസ് കണക്ക്. ഇതിൽ ഏറ്റവും അധികം വർധനമുണ്ടായിട്ടുള്ളത് പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടക എണ്ണത്തിലാണ്. 12,000-ലധികം പേർ പുല്ലുമേട് വഴി വന്നു എന്നാണ് പോലീസിന്റെ ഇന്നലത്തെ കണക്ക്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കിനേക്കാളൊക്കെ കൂടുതലാണ്. വരും ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ വരി മരക്കൂട്ടം പിന്നിട്ട് ശബരിപീഠം വരെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. മണിക്കൂറിൽ 2000-നും 3000-നും ഇടയിൽ തീർത്ഥാടകരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ മരക്കൂട്ടം മുതൽ അല്ലെങ്കിൽ ശബരിപീഠം മുതൽ വലിയ നിയന്ത്രണങ്ങളോടെ തന്നെ അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാനാകൂ. അതായത് 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ടുള്ളത് ഈ സ്പോട്ട് ബുക്കിങ്ങിന് പുറമെ മറ്റ് ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്തവർ കൂടി നേരത്തെ ദിവസങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവർ ഇവിടെ സന്നിധാനത്തെത്തി ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മകരവിളക്കിൻ്റെ സമയത്ത് പർണശാല കെട്ടി തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് 2-3 ദിവസം നിന്ന് തൊഴുതു പോകുന്നതാണ് രീതി. ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ കുറെ കൂടി തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ വെർച്വൽ ക്യൂവിൻ്റെ വഴി വരുന്നവരുടെ എണ്ണം നിജപ്പെടുത്താനുള്ള ഒരു തീരുമാനവുമുണ്ട്. മകരവിളക്കിൻ്റെ അന്ന് 35,000 പേർക്ക് മാത്രമാണ് ദർശന അനുമതി ഉണ്ടാവുക എന്നാണ് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 30,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയായിരിക്കും ഉണ്ടാവുക. 13-ാം തീയതി 40,000 പേർക്കായിരിക്കും പ്രവേശനം. അത് 35,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയായിരിക്കും അനുമതി ഉണ്ടാവുക. മറ്റ് ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ 70,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 5,000-ആയിട്ട് കുറയ്ക്കുകയും ചെയ്യും. അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും കെട്ടിനിറച്ച് വരുന്ന തീർത്ഥാടകരെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്ക് നൽകാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്നും കൂടുതൽ സാവകാശം നൽകാനാവില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. യഥാസമയം കണക്ക് നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കണക്കറിയിക്കാൻ ബോർഡിന് 1 മാസം കൂടി സാവകാശം നൽകി. സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.